മുംബൈയിലാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ കണ്ട് സംസാരിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഒരുപാട് അലച്ചിലിന് ശേഷമാണ് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സ്റ്റാലിനുമായിട്ടുള്ള സംസാരമൊന്നും കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് എന്ത് ചെയ്യുന്നു, കടപ്പാട്ടൂർ വീട്ടിലേക്ക് വന്നെത്തുന്നത് കാണിക്കുന്നുണ്ട്. അതായത് അലീനയെയും കൊണ്ടുപോകുമ്പോഴാണ് സ്റ്റാലിൻ്റെ മുഖം പ്രേക്ഷകർക്ക് മുൻപിൽ വ്യക്തമാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും പറഞ്ഞതുമൊക്കെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ കിടന്നു മറിയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ബാലചന്ദ്രൻ തിരികെ വരുന്നതിന് മുൻപ് തൻ്റെ സഹോദരിയെയും കൊണ്ട് കടപ്പാട്ടൂർ വീട്ടിലെത്തണമെന്ന് അലീനയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ അവരെ എല്ലാവരെയും കൊണ്ട് മടങ്ങി വരുന്നൊരു കാഴ്ച. വഴിയരികിൽ പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അതായത് വയസ്സ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണ്, എന്താണ് വരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ബബിതയും രോഹിത്തും കൃഷ്ണമോൾക്കും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അലീന പറയുന്നുണ്ട് മാന്യമായിട്ട് പെരുമാറുക എന്ന്. രേവതിക്കുട്ടിയോട് കണ്ണീരോടെയാണ് യാത്ര പറയുന്നത് എല്ലാവരും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രേവതിക്കുട്ടിക്ക് വളരെ വലിയ സങ്കടവും വിഷമവും ദുഃഖവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് എന്ന് കാണാം. രോഹിത്തിൻ്റെ മനസ്സിലും രേവതിക്കുട്ടി ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് ഇതോടെ നാളത്തെ എപ്പിസോഡോടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സുഹൃത്തുക്കളായാണോ അതോ കാമുകന്മാരാകുമോ എന്നൊക്കെ കണ്ടു തന്നെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും അവർ തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലെത്തുന്നുണ്ട് അലീനയും രോഹിത്തും.